കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് നമ്മളൊരു വിവാഹം നടത്തി കൊടുക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ. കിട്ടാവുന്നതിൽ വെച്ചിട്ട് എല്ലാം ഏറ്റവും നല്ലതായിട്ട് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം പാരന്റ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി ഈ ഒരു കാര്യത്തിൽ ഒരു കുറവ് വന്നതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ നമ്മളൊരു ആർഭാടമായിട്ടൊരു വിവാഹം നടത്തി, അല്ലെങ്കിൽ കുറേ സ്വർണം കൊടുത്തു, അല്ലെങ്കിൽ ആളുകളുടെ കണ്ണൊക്കെ മഞ്ഞളിപ്പിക്കും വിധം ഒരു പ്രോഗ്രാം ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ചെല്ലുന്ന വീട്ടിൽ അത്രയും സുഖമായിരിക്കും എന്നൊന്നും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അത് അവിടുത്തെ ആളുകളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? നമ്മുടെ കുട്ടിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക, ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. എപ്പോഴായാലും നിനക്ക് എൻ്റെ അടുത്ത്, എൻ്റെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരു സ്പേസ് ഉണ്ട് എന്ന് അവർക്കൊരു ഉറപ്പ് കൊടുക്കുക. കാര്യങ്ങളെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് കൂടി ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ കുട്ടി നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് വിവാഹം ഏറ്റവും മനോഹരമായി, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ കുട്ടി അവിടെ സേഫ് ആയിരിക്കും എന്നതൊക്കെ തെറ്റിദ്ധാരണകളാണ്. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടിയെ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട്, മെന്റലി സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.